നമുക്ക് ഒരു പൊട്ടറ്റോ ഐസ് ക്യൂബ് ഉണ്ടാക്കിയാലോ. ഇത് വെറും പൊട്ടറ്റോ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു ഐസ് ക്യൂബ് അല്ല. ഇതിനകത്ത് അലോവേര ജെല്ലുണ്ട്, കസ്തൂരി മഞ്ഞളുണ്ട്. ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടറ്റോ നന്നായിട്ട് അരിഞ്ഞ് മിക്സി ജാറിലിടുക. അതോടൊപ്പം തന്നെ അലോവേരയുടെ കറ കളഞ്ഞ് അലോവേര ജെല്ലും ഇടുക. ദെൻ ഒരു 1/2 സ്പൂൺ കസ്തൂരി മഞ്ഞളിടുക. നന്നായിട്ട് അരയ്ക്കുക. അരച്ചതിന് ശേഷം ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഐസ് ട്രേയിൽ ഇതെല്ലാം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഐസ് ക്യൂബ്സ് കിട്ടും. ഇത് ഡെയിലി നമ്മൾ മുഖമൊക്കെ കഴുകിയതിന് ശേഷം, രാവിലെ മുഖം കഴുകിയതിന് ശേഷം നമ്മൾ നന്നായിട്ടൊരു മസാജ്, റൗണ്ട് മസാജ് കൊടുക്കുക. ഒരിക്കലും ഡയറക്റ്റ് ഐസ് ക്യൂബ് മസാജ് കൊടുക്കരുത്. ഇത് നേരിയൊരു തുണിയിൽ ഇത് റാപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് റൗണ്ട് കൈവച്ച് റൗണ്ട് മസാജ് കൊടുക്കുക. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ മാർക്ക്, ടാന്, അങ്ങനെയുള്ള എല്ലാ കുരു, അങ്ങനെയുള്ള എല്ലാ നമ്മുടെ മുഖത്തുള്ള പ്രശ്നങ്ങളെല്ലാത്തിനും ഒരു സൊല്യൂഷനാണിത്. ഇത് ഡെയിലി നമുക്ക് 2 നേരം ഇത് ചെയ്യാം. ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാടുകളെല്ലാം മങ്ങുകയും പാടൊക്കെ മാറി കുറച്ചൊക്കെ നല്ല കളർ വയ്ക്കുകയും നല്ലൊരു ഗ്ലോയും ഒരു ഫ്രഷ് ലുക്ക് കിട്ടും. ഇപ്പം നമുക്കൊരു ഫംഗ്ഷന് വൈകുന്നേരം പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ ഇത് നമ്മളൊന്ന് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ ഫംഗ്ഷന് പോകുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നേ ഇതൊന്ന് ചെയ്തിട്ട് നന്നായിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങൾ പോവുക. അപ്പം നല്ലൊരു ഗ്ലോ കിട്ടും. മേക്കപ്പ് ഒന്നും ഇടേണ്ട ആവശ്യം വരുന്നില്ല. നന്നായിട്ട് ഗ്ലോ ഉണ്ടാവും.